ഞാൻ എസ് എ ധർമ്മപാല. കേട്ടിട്ടുണ്ടാവും. പിന്നെ എന്നെ പറ്റി കേൾക്കാത്തവരായി അധികമാരും കാണില്ല. എന്താ എന്നെ പറ്റി കേട്ടത്? വീരശൂര പരാക്രമി, ധീരൻ, ഇന്റലിജന്റ് പോലീസ് ഓഫീസർ. ഈ കേട്ടു എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യ. പേര് ഉദ്യോഗ പേരു വല്ലാത്തൊരു പേരും കേട്ടോ, ധർമ്മപാലൻ. ധർമ്മം പാലിക്കാനായി ഞാൻ എവിടെയും അവതരിക്കും. ധർമ്മപരിപാലനത്തിനായി വിശ്രമമില്ലാതെ കർമ്മം ചെയ്യലാണ് എന്റെ ലക്ഷ്യം. ഒരു കാര്യം ചെയ്യ്, നേരെ അകത്തേക്ക് കേറിയിട്ട് ധർമ്മവും കർമ്മം അങ്ങോട്ട് ചെയ്താലി. അല്ല, കുറച്ചു നേരം വിശ്രമിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് വല്ലാതെ ക്ഷീണം. അല്ല, വിശ്രമമില്ലാണ്ട കർമ്മം ചെയ്യാൻ നിങ്ങളല്ല ഇപ്പൊ പറഞ്ഞേ. പറയുന്നത് അതേപടി പ്രവർത്തിക്കാൻ പറ്റുമോ? ഇവിടെ എന്ത് ധർമ്മലംഘനമാണ് നടന്നത്? പറയൂ. വട്ടിപ്പലിശക്കാര് വീട് കയ്യേറി, അതന്നെ. അത്രക്കായി. എന്നാ പിന്നെ അവരെ ഒന്ന് കാണണമല്ലോ. എന്റെ സ്റ്റേഷൻ പരിധിയിൽ ബ്ലേഡുകാരുടെ അഴിഞ്ഞാട്ട് ഞാൻ സമ്മതിക്കില്ല. വട്ടിപ്പലിശക്കാർക്കെതിരെ ഓപ്പറേഷൻ കുബേരൻ നടത്തുന്ന ആളാണ് ഞാൻ. ഈ കുചേലന്റെ വീട്ടിൽ കുബേരന്മാർക്കത് കാര്യം. അല്ലെ, കുചേലൻ എന്ന് പറഞ്ഞ മീൻ കച്ചവടക്കാരാ? മണ്ടത്തരം പറയലെന്റെ മുസക്കായി. കുചേലെന്ന് വെച്ചാല് ചേല കച്ചവടക്കാരൻ അർത്ഥം. ചേലെന്ന് പറഞ്ഞാല് സാരി. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടെങ്കിലോ? ആയുധമുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഈ ബ്ലേഡുകാർക്കൊക്കെ കമ്പനി കൊട്ടേഷൻകാരാണ്. വെടിവെച്ചാൽ തിരിച്ചു വെടിവെക്കാൻ കയ്യിൽ തോക്കില്ല. കത്തി വീശിയാൽ തടുക്കാൻ കയ്യിൽ പരിചയമില്ല. ഇതൊന്നും ഇല്ലാണ്ട് ഓരിങ്ങളെ കണ്ട കേറി ഉമ്മ എറിഞ്ഞടിച്ചങ്ങള്. അല്ല, ഞാൻ അല്പം ദൂരെ മാറി നിൽക്കാം. എന്നെ കണ്ട അവര് ചിലപ്പോ വയലന്റ് ആയാലും. പത്തോ ഇയ്യൊന്ന് പോയിട്ട് തുറന്നെടുക്കി ചെല്ലി. വല്ലാത്തൊരു പരിപാലനം. അവിടെ നിക്കിട്ടോ, ഒരു പാഞ്ഞു പോകുമ്പോ പിടിക്കണം നിങ്ങള്. തുറന്നെടുത്തൂടെ ചെല്ലേ. അല്ല, കിള്ളാക്കുട്ടലെ പോലെ മൂക്കൊലിപ്പിച്ച് നടക്കുന്ന ഇവരെ പിടിക്കാനായി പോലീസിനെ വിളിച്ചേ. എന്നെ കണ്ട് ഇവർ പേടിച്ച് കരയുന്നത് കണ്ടില്ലേ പാവകള്. കണ്ടതല്ല കരളെ കള്ളിന് മകളെ മുളകുപൊടി പോയിട്ടാ സാറേ. പലതരം പെണ്ണുങ്ങളെ കണ്ടിന് സാധനത്തിന് ആദ്യമായിട്ട് കാണുക. 2 മണിക്കൂർ ഈ പൊരലിട്ട് കണ്ട് പൂട്ടിട്ട് 2 പുക വിട്ടിട്ട് കട്ടിലിൽ കയറി കിടന്നാണ് ഞങ്ങള്. ജനാലുള്ളിൽ കൂടി മുളക് പൊടി ഇട്ടിട്ട് ഈരയിൽ 14 ലോകം കണ്ടു. ഒരു പൈപ്പിലാണ് മുളക് പൊടി നിറച്ച് ഞങ്ങളെ മൂക്കിലേക്ക് കണ്ണിലേക്ക് ഊതി വിട്ട്. 1, 2 ആ മുറി തന്നെ പോയി തോന്നുന്നു സാറേ. സാറൊന്ന് പോയി മണം പിടിച്ചു നോക്ക്. പിന്നെ എന്റെ 2ന്റെ മണം പിടിക്കലാണല്ലോ എന്റെ പണി. ഇന്നലെ സീറ്റ് കളിക്കായിരുന്നപ്പോ സാറിനല്ലേ പറഞ്ഞത് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കേറി അറിയിക്കോന്ന്. എന്നിട്ടിപ്പോ ഞങ്ങളെ തന്നെ പിടിക്കാൻ വന്നിക്ക. ഇത് നല്ല കൂത്ത്. അത് ശരി, അപ്പൊ നിങ്ങൾ തമ്മിൽ അറിയൂലേ? നമ്മൾ തമ്മിൽ പരിചയമില്ല. അതെങ്ങനെയാ സാറേ? 3-4 കൊല്ലായിട്ട് സാറ് ഞങ്ങൾ നല്ല അടുപ്പത്തിലല്ലേ. എന്നിട്ടൊരു സുപ്രഭാതം ഒരു പരിചയമില്ല അറിഞ്ഞാല് എന്നെ നാണം കെടുത്തല്ലേ? അയ്യോ, എന്റെ കണ്ണനിന്നേ വെള്ളന്നായോ, എന്റെ വേലസരില്ലേ. ഏത് നേരത്താണ് അങ്ങനത്തെ അവസ്ഥ രക്ഷപ്പെട്ട്. ഇനി ഇവരെവിടുന്ന് കുളിച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഞാൻ കൊടുക്കൂല. ഇവിടുന്ന് കുളിക്കാൻ ഞാൻ സമ്മതിക്കൂല. സ്റ്റേഷനിൽ പോയിട്ട് കുളിച്ചോട്ടെ. സാർ തന്നെ നല്ലോണം സോപ്പ് തേച്ചോലെ കുളിപ്പിച്ചെടുത്തോളി. നല്ലോണം നീർന്നിട്ടാവും രണ്ടാക്കൂ. ഇന്നലെ മില്ലിന്ന് പൊടിപ്പിച്ചുണ്ടോന്ന് 1 കിലോ മുളക് പൊടിയാണ് ഞാൻ വില മേത്ത കിട്ടത്. പാവങ്ങള് ഓരോ രോമകൂപത്തിൽ നീറ്റിലുണ്ടാവും. ശിക്ഷ നിങ്ങൾ തന്നെ കൊടുത്തല്ലോ. ഒരു കുറ്റത്തിന് 2 ശിക്ഷ വേണ്ട. ഇവർക്ക് കിട്ടിയത് ഫാത്തിമേന്റെ ശിഷ്യാണ്. ഈ നാട്ടിലെ നിയമത്തിന്റെ ശിക്ഷയും കൂടി ഇവർക്ക് വാങ്ങിക്കൊടുക്കണം. വാടാ സ്റ്റേഷനിലേക്ക്. വണ്ടി എടുക്ക്. വണ്ടി എടുത്ത് പോകാൻ നോക്ക്. ഞാൻ കാണിച്ചു തരാം മഞ്ചാട്ടോ. മൂത്ത പിള്ളച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. താലി വാങ്ങി വന്ന് മാല വാങ്ങി വന്ന് ഞാനും കൂട്ടുകാരും. എന്റെ താണ്ടി ഞരമ്പിന് കൊട്ടുടിക്കമാരി പടച്ച് കളിക്കണേ. എന്റെ ഞരമ്പിനെല്ലാം കൊത്തു കൊണ്ടേത് ഉമ്മാന്റെ ഞരമ്പിനാ. ഓളെ വെപ്രാൾ എപ്പോഴതല്ലേ എന്റെ അത്ര പുതുമ. ഓ, ഇതങ്ങനല്ല ഉപ്പ. ഉമ്മ ബ്ലേഡ് എടുത്ത് ഞരമ്പ് മുറിച്ച് അവിടെ ആത്മഹത്യ ചെയ്യാൻ നിക്കാണ്. അതിനകത്ത് മൂർച്ചുള്ള ബ്ലേഡ് ഇപ്പൊ എവിടെ ഉള്ളത്? ഒരു താടി പഠിച്ച മുറിയാത്ത ബ്ലേഡ് ആണല്ലോ ഇവിടെ. നോക്കി നിന്നോ. ഓ, കുളിമുറിന്റെ ഒരു ഞെരക്കം കേട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കിയതാ. താൻ എടുത്തൊരു മൂലക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് വാ ഉപ്പ. നിങ്ങള് എന്റെ അടുത്താണ് പാത്തു ഈ കാട്ടിയത്. അനക്കെന്റെ പയ സുഖം ഇപ്പോഴും മാറിയില്ല. നമ്മള് വാങ്ങിയ പൊരേന്റെ ആധാരേടാ. പഠിച്ചോനെ കൈ വല്ലാണ്ട് മുറിഞ്ഞിക്കണത്. ആധാരം കൊണ്ടുവരി. മുറിഞ്ഞ കയ്യിൽ ആധാരം വെച്ചാന്റെ മുറിവണങ്ങോ? ആശുപത്രിയിലെ കൊണ്ടാവുന്ന നേരത്തെ ഓളൊരു ആധാരം ആ കൈ കൊണ്ട് നീട്ടി കാണട്ടെ. മാറിക്കുന്നാല് കടലാസ് മുറിച്ചാ മുറിയാത്ത ബ്ലേഡ് കൊണ്ടൊക്കെയാണ് പാത്തു ഈ ഞരമ്പ് മുറിക്കാൻ നോക്കിയത്.
പൊരേന്റെ ആധാരം കിട്ടാൻ നമ്മളെ ദുനിയാവില് നിൽക്കൂലല്ലോ. എന്നാ പിന്നെ ഈ 2 ദിവസം സുബർക്കത്ത് പോയി താമസിക്കി. അപ്പോഴേക്ക് നമ്മൾ ഇവിടെ ആധാരം റെഡിയാക്കി വെക്കാം. ഓ ഉമ്മാനെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോ ഇല്ലേ ചോര വന്നതാ. ഇപ്പൊ ഉമ്മ മരിച്ചോട്ടോ. ഇക്ക് ചത്താ മതി പഠിച്ചോനോ. ഇതൊരു പോറലുള്ളു മോളെ, ഞരമ്പിന്റെ അടുത്തേക്കൊന്നും എത്തിയില്ല. പാത്തുവോ ദാ അനക്കിനി ഇങ്ങനെ വല്ല ബുദ്ധിയും തോന്നിയാണ് ഈ നീല സാധനം കാണുന്നില്ലേ, അതിന്റെ മേലെയാണ് മുറിക്കേണ്ടത്. അല്ലാണ്ട് കുട്ടികൾ ചിത്രപ്പഴം എടുക്കുമ്പോൾ അവിടെ എവിടെയും ചെയ്യലല്ല. ചാവാൻ പഠിക്കാൻ കണ്ണി ചോരല്ലാത്ത മനുഷ്യ മോളെ കേക്കല്ലേ. അന്റെ കൈ ചോരന്റെ ലവ് പോരെ. അന്നപ്പോ നമ്മൾ ചത്താലും ഈ പൊരേന്റെ ആധാരം എടുക്കൂലല്ലേ നിങ്ങള്? വാങ്ങും പാത്തുവോ, ഇന്ന് തന്നെ വാങ്ങും. ഞമ്മളോട് ആധാരം വാങ്ങി വെച്ച ബ്ലേഡിനെതിരെ നമ്മൾ സ്റ്റേഷനിൽ പോവാണ്. മോളെ ഈ പോയിട്ടൊരു വെള്ള തുണി എടുത്തോണ്ട് വരും, ഉമ്മാന്റെ കൈയിട്ടാൻ വേണ്ടിട്ടാ. അല്ലെങ്കിൽ വേണ്ട, ഞമ്മളെന്നെ പോയി എടുക്കാം. അളക്ക് പോര്, വാ പോര്. MIT Musa, MIT Musa, MIT Musa, MIT Musa. സുശീല ഓടരുത്, ഓടും നിൽക്കില്ല. സുശീല നിൽക്കാൻ. എങ്ങോട്ടാ നീ ഓടുന്നത്? എന്താ ബാലേട്ടത്? എന്താ എന്നെ നിങ്ങൾ തമ്മിലൊരു തമ്മിലടി? ഒരു ഉപകാരം ചെയ്തതിന് എനിക്ക് ഏറ്റ ഉപദ്രവ മൂസാവൻ. നിങ്ങൾ ഉപകാരം ചെയ്തു, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. സത്യമാണ് മൂസ. ദൈവം കുടുംബ പ്രാരാബ്ദങ്ങൾ വന്ന് പറഞ്ഞ് കേട്ടപ്പോ ഞാനൊരു ലോണിന് ജാമ്യം നിന്നു. ആ ലോണിന്റെ പൈസ എടുത്ത് ഇവൻ പലിശക്ക് കൊടുക്കുക. ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയപ്പോ നോട്ടീസ് വന്നത് എന്റെ വീട്ടിലേക്ക്. ഇവൻ കാരണം ഈ നാട്ടിലെ പാവങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് മൂസ. ഞാനല്ല മൂസക്ക, ഞാൻ പാവൊരു ഇടനിലക്കാരനാ. കമ്മീഷൻ പറ്റി ജീവിക്കുന്ന ഒരു പഞ്ചപാവം. അന്ന് ഈ നമുക്ക് കായ് വാങ്ങിത്തരാന്ന് പറഞ്ഞുകൊണ്ടുപോയി നമ്മൾ ആധാരം എവിടെ? അതിപ്പോ വേണം ഞമ്മക്ക്. അത് ശരി, വട്ടിപ്പലിശക്കാരുടെ അടുത്തുനിന്ന് മൂസയും പൈസ കടം വാങ്ങിച്ചോ? ഗതികോടുണ്ട് വാങ്ങിപ്പോയതാണ് ബാലേട്ട. ഓ, എന്നാൽ ഇന്നിവനെ നമ്മൾക്ക് രണ്ടാൾ കൂടി ചവിട്ടി കൂട്ടണം. ഞാൻ ചത്താല് നിങ്ങൾക്ക് ആധാരം ലോണിന്റെ അടവ് ഒന്നും കിട്ടൂല. അതുകൊണ്ട് ചാവാണ്ട് വിട്ടേക്ക്, ചവിട്ടിക്കോ. പക്ഷെ നിങ്ങളെ കാല് വേദനയാവല്ലാണ്ട് ഞാൻ നന്നാവില്ല. സത്യം പറയടാ, എവിടെ മൂസയുടെ വീടിന്റെ ആധാരം? വയ്യാതാരായി കഴിയുന്ന എന്നോട് നല്ലത് ചോദിക്കണോ? ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ സുശീല, നമ്മൾ നേരെ പോണ് പോലീസ് സ്റ്റേഷനിലേക്കാ. ധർമ്മപാൽ സാറിനോട് നമ്മൾ വിവരം പറയും. ഓപ്പറേഷൻ കുബേരന്റെ കാര്യം എനിക്ക് അറിയാലോ. SI സാറിനെ നേരിട്ട് വന്ന് എന്നെ പൊക്ക് നോക്കിയോ. മൂസാക്ക സ്റ്റേഷനിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വായിക്കാതാരോ. എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. സ്റ്റേഷനിൽ എങ്ങനെയാടാ മൂസയുടെ വീടിന്റെ ആധാരം? അതിപ്പോ ഈ ബ്ലേഡുകാരെ റെഡി ചെയ്യുന്ന സമയത്ത് തൊണ്ടി മുതലായി പിടിക്കുന്ന സാധനങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനാ കേൾക്കണേ. അതങ്ങനല്ല മൂസക്ക, അത് അന്നേ സ്റ്റേഷനിലേക്കാ പോയത്. അതെന്തിനാണോ നിന്റെ ആധാരം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്? മൂസക്ക, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെറുതെ ഒരു ഇടനിലക്കാരനാ. ആ ധർമ്മപാലൻ സാർ ആ ബ്ലേഡ് നല്ല മൂർച്ചയുള്ള ബ്ലേഡാ. മൂസക്ക 1 ലക്ഷം തന്നതു എന്റെ 2 കുണ്ടച്ചക്കന്മാരെ വിട്ട് മാസ പലിശ വാങ്ങിക്കുന്നതൊക്കെ SI സാറാ. പടച്ചോനെ, ഡെയിലി എന്നെ വിളവെന്നാ തോന്നിയാ എന്താ ചെയ്യാ ബാലേട്ടാ? എടോ മൂസ, കേരള പോലീസിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അസൽ ബ്ലേഡുകാരായിട്ട്. അത് നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെ സമ്മതിച്ചാലേ. പാലക്കാട്ട് ASI പോലീസ് തന്നെയല്ലേ അറസ്റ്റ് ചെയ്ത്. അതുകൊണ്ട് നേരെ വിട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക്. അങ്ങനെ സ്റ്റേഷനിൽ പോയിട്ട് ആധാരം വാങ്ങാൻ നമ്മളെ കിട്ടൂല. ആ ധർമ്മപാലൻ സാർ അതും കൊണ്ട് നമ്മളെ പെരയിൽ വരട്ടെ. അതിന് നമുക്ക് ഇവനെ ആവശ്യം. നടക്കണം അങ്ങോട്ട്. ഉപ്പാ, ആ ബ്ലേഡ് കിട്ടിയോ? പിടിച്ചോളി. ബാക്കി കൈ വിടറാ. 50 ഉറുപ്പ്യല്ലേ നമ്മൾ വന്ന്. നിങ്ങളിങ്ങനെ ബ്ലേഡ് ആരപ്പ പൈസക്ക് കണക്ക് പറയല്ലോപ്പാ. പൈസക്ക് കണക്ക് പറയും, നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയാ, അതുകൊണ്ടേ കണക്ക് പറയണേ. എനിക്കിനെ ആത്മഹത്യ ചെയ്യണം, ഞരമ്പ് മുറിക്കണൊക്കെ തോന്നിയാൽ ബ്ലേഡ് എടുത്താൽ മതി. നല്ല മൂർച്ചുള്ള ബ്ലേഡാ. ബ്ലേഡിന്റെ കയ്യിൽ നിന്ന് ഈ പൊരേന്റെ ആധാരം എന്ന് കിട്ടുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇന്ന് കിട്ടിയില്ലെങ്കിലും മതി സമാപന സമ്മേളനത്തിന്. എന്താ സുശീല ഫൈക്ക്? മൂസയുടെ ദുരിതങ്ങൾ മുഴുവൻ സുശീലം പറഞ്ഞു. ഒരു വീട് വാങ്ങി അപ്പൊ തന്നെ വിൽക്കാന്ന് പറയുന്നത് ആർക്കാലും വിഷമമുണ്ടാക്കുന്ന കാര്യല്ലേ? വിൽക്കാനോ? ആർക്ക് വിൽക്കാന്? നിങ്ങൾ എന്താണ് പറയണത്? ഈ സാറിന് അതിനല്ലേ വിൽപ്പനക്കാരെ ഒപ്പ് വെച്ചത്. അങ്ങനെയല്ലേ സാറ് നമുക്ക് കായ് തന്നത്. അന്നപ്പോ ഞമ്മക്ക് പൈസ തന്ന ബ്ലേഡ് ഇയാളാ? ഇയാളൊന്നും വിളിക്കരുത്, സാറ് SI സാറ്. കള്ളന്മാര് കാക്കിട്ട പോലീസുകാരാവോ? ആദ്യമായി മോഹിച്ചു വാങ്ങിയ വീടും പറഞ്ഞു, അതിന്റെ ആധാരം. അവസാനമായി ഒരു നോക്ക് കാണാൻ ആർക്കും ആഗ്രഹമുണ്ടാവും, അത് സ്വാഭാവികം മാത്രം. അന്യാധീനപ്പെട്ടു പോകുന്നതിന് മുമ്പ്
ഇതാ നോക്കിക്കോളൂ. ഇങ്ങോട്ട് തരി. സാറേ ആ വിൽപ്പന കരാറിന്റെ ഒറിജിനലും കൂടി ഒന്ന് തരുവോ? ആ ഇങ്ങനേക്ക് ഇതന്നെയല്ലേ? ഇതന്നെയാണല്ലോ അല്ലേ? എന്താ ഇത് മൂസ കാണിക്കുന്നത്? അത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ? മൂസാക്ക കടലാസ് കയറി കളിക്കുക. പണ്ട് കുട്ടിക്കാലത്ത് ഞാനും ഇങ്ങനെയായിരുന്നു. എവിടെ എന്റെ ആധാരം? അത് കിടക്ക്. ആ നമ്മളെ വയ്യാതാരക്കുള്ള ആധാരല്ലേ ആ പാത്തൂന്റെ കൈമലുണ്ട്. പാത്തൂന് ഇത് തൊടാൻ പറ്റൂല. പാത്തൂന് തൊണ്ടെങ്കിൽ വനിതാ പോലീസ് വരണം. അത് പറ്റുമോ? അല്ലേലും പോലീസിന് ഇങ്ങോട്ട് വരാൻ പറ്റൂല. സാർ ബ്ലേഡാന്ന് പറഞ്ഞാല് സാറിന്റെ പണി പോവൂലേ? മീൻ കച്ചവടക്കാരനാണെങ്കിലും നിനക്ക് കൊടുക്കത്ത ബുദ്ധിയാണ് മൂസ. എല്ലാം ഇതിന്നാ. ഇനി ഇവൻ ഇടനിലക്കാരനായിട്ട് നമ്മൾ വാങ്ങിയ കായ്, ആ കായ് നമ്മൾ ഇപ്പൊ തരൂ. ബ്ലേഡ് സാറേ ആ കൈയൊന്ന് ഐശ്വര്യം നീട്ടിയാട്ടെ. എന്നാൽ അതെങ്കിലും ഇങ്ങ താ. അതാ നീട്ടിക്കോളി. ഇതാ തരാ പോവാണ് ഞമ്മള്. ഇപ്പൊ തരാതാ. മൂർച്ചുള്ള ബ്ലേഡാ. എന്നാലും SI സാറിന് അത്ര മൂർച്ച ഉണ്ടാവൂല ഇനി. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. കണ്ടാലൊരു കോലം ഇടിവെട്ട് തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. MIT മൂസ, MIT മൂസ, MIT മൂസ, MIT മൂസ, MIT മൂസ.